ആദ്യം തന്നെ ജയഗണേഷിന്റെ വിശേഷങ്ങൾ പറയാം. ഏപ്രിൽ 11 സിനിമ റിലീസാണ്. ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ് ജയഗണേഷ്. ഉണ്ണിയെ പോലെ തന്നെ ആഡിയൻസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കും അടുത്ത ഏത് സിനിമ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത സിനിമ ചെയ്യുമ്പോൾ വളരെ എന്താ പറയുക, ഓഡിയൻസിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ആ സമയത്താണ് രഞ്ജിത്ത് സാർ എനിക്ക് ഈ സിനിമയുടെ കഥ പറഞ്ഞു തരുന്നത്. കഥ കേട്ട ഉടനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ് ബംസ് ആണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി, ഇങ്ങനെ ഒരാളുടെ ലൈഫ് സ്റ്റോറി അത് ഓഡിയൻസിലേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു കോണ്ടന്റിന്റെ ഭാഗമാവണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു, എന്റെ ആവശ്യമായിരുന്നു. ഐ കൺവിൻസ്ഡും. ഞാൻ ഓഡിഷനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കൺവിൻസ് ചെയ്തത് യെസ് ഐ വോണ്ട് ബി പാർട്ട് ഓഫ് ദിസ് സിനിമ എന്നുള്ളത്. ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഐ എം പാർട്ട് ഓഫ് ദിസ് സിനിമ. സിനിമയുടെ കഥ കേട്ട് എനിക്ക് എന്ത് ഫീലിംഗ് ആണോ ഉണ്ടായത്, ഞാൻ എത്രത്തോളം ഇൻസ്പയർഡ് ആയോ അല്ലെങ്കിൽ എന്നെ എത്രത്തോളം ഈ സബ്ജക്ട് മോട്ടിവേറ്റ് ചെയ്തോ, അതേ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും സിനിമ കണ്ടിറങ്ങുന്ന എല്ലാ ഓഡിയൻസിനും ഉണ്ടാകുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന റിസാൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് LVM ഹോംസ്, അവർക്ക് രണ്ടുപേർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് ഞങ്ങളല്ല, അവരാണ്. അപ്പൊ ഞാൻ ഒരുപാട് നേരം സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ജയഗണേഷിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഉള്ള ഈ ഫംഗ്ഷനിൽ എനിക്കൊരു ഭാഗമാകാൻ സാധിച്ചത് എന്റെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. Once again, thank you so much for having me here. Thank you.